അപ്പോൾ നമ്മളിവിടെ നിന്ന് ഉണ്ടാക്കാൻ പോണത് റോഷിയാണ് കേട്ടോ. റോഷി എന്ന് പറയുന്നത് നമ്മുടെ മൈദ വെച്ചിട്ടുണ്ടാക്കുന്നത് മാലദ്വീപിയൻ സ്പെഷ്യൽ ആയിട്ടാണ്. ഇവർക്ക് എന്തൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ഒരു ഒഴിവാക്കാത്തൊരു സാധനമാണ് ഈ റോഷി എന്ന് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് 4 കപ്പ് മൈദ എടുക്കുക, അത് നന്നായിട്ട് സീവ് ചെയ്തെടുക്കുക. അതിൽ കട്ടയൊക്കെ ഉണ്ടാവും, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സീവ് ചെയ്യണത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പ് ആഡ് ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് ഓയിൽ ആഡ് ചെയ്യുക. ഓയിൽ ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം, ആഡ് ചെയ്യണമാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പം നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ നല്ല ചൂട് വെള്ളം നമ്മൾ കയ്യിൽ ഒഴിച്ച് മിക്സ് ചെയ്യും. നമ്മുടെ ചപ്പാത്തിക്ക് കുഴക്കണ പോലെയൊക്കെ തന്നെ കുഴച്ച് റെഡിയാക്കി അങ്ങോട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് കുഞ്ഞു കുഞ്ഞ് ബോൾസ് ആയിട്ട് ഇങ്ങോട്ട് മാറ്റി വയ്ക്കുക. ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ ഇതേ ചപ്പാത്തിക്ക് പരത്തണ പോലെ കൊണ്ട് പരത്തിയെടുക്കുക. അതിൽ നമ്മൾ ചപ്പാത്തി പരത്തുമ്പോൾ കുറച്ച് പൊടിയൊക്കെ ആഡ് ചെയ്യില്ല, അതിനൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ആ പലകയിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തി മതി. അത് നമ്മൾ ഫ്രൈ പാൻ അവിടെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റോഷി ഇടുക, എന്നിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നമ്മൾ ചുട്ടെടുക്കുക. അപ്പൊ ഇന്നൊരു ബാബിക്യൂ ഫംഗ്ഷൻ ഉണ്ട്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. വേറെ ഫാമിലീസ് ഒക്കെ ഉണ്ട്, അവർ വേറെ ഫിഷ് അങ്ങനെ ഡെസേർട്ടും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ റോഷി റെഡി.